Welcome, friends. Welcome to yet another episode of Sheba's Little World. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് മമ്മീസ് ഒരു സ്പെഷ്യൽ പുഡിംഗ് ഉണ്ട്. അതെല്ലാവർക്കും ഇഷ്ടമുള്ള ആ പുഡിങ്ങിൻ്റെ അകത്ത് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നാണ് ഇന്ന് മമ്മി നമ്മളെ കാണിക്കാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം. മമ്മി, എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടിയതെന്ന് പറയാമോ? ഓക്കെ, ഇത് നട്ട്സ് എല്ലാം വേണം. ഏത് തരത്തിലുള്ള നട്ട്സും നമുക്കിടാം. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഇവിടെ വീട്ടിലുള്ള ഇത്രയേ ഉള്ളായിരുന്നു. നമുക്ക് എന്ത് വേണേലും ഇടാം. ബദാം ചെറുതായിട്ട് അരിഞ്ഞത്, കാഷ്നട്ട് ചെറുതായിട്ട് അരിഞ്ഞത്, വാൾനട്ട് ചെറുതായിട്ട് അരിഞ്ഞത്, കിസ്മസ്, ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു ബോള്, ചിയ സീഡ്സ്. അത് ആദ്യം ഞാനൊന്ന് കുതിരാൻ വേണ്ടി പാലിനകത്തിട്ടു. വെള്ളത്തിൽ വേണേലും ഇടാം നിങ്ങൾക്ക്, പാലിനകത്ത് ഞാൻ ഇട്ടു. പിന്നെ ഇതിന് വേണ്ടത് സവർ ക്രീം, പിന്നെ വിപ്പിംഗ് ക്രീം. ഇത്രയും മതി നമുക്ക്. ഇനി ഇതിൻ്റെ കൂടെ ഇത് ഇച്ചിരി ലൂസാണ്, നിങ്ങൾക്ക് യോഗട്ട് ഉപയോഗിക്കാം. പക്ഷെ ഇന്ന് ഞാൻ യോഗട്ട് ഉപയോഗിക്കുന്നില്ല. മധുരത്തിന് വേണ്ടി ഇത് കണ്ടൻസ് മിൽക്കും കൂടെ വേണം. ഇതാണ് ഇപ്പം ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചേക്കുവാണ്. ഇതിപ്പോൾ ഒരു ഗസ്റ്റ് ഒക്കെ പെട്ടെന്ന് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സ്വീറ്റ്സ് ഐറ്റം കൊടുക്കാം. അപ്പോൾ ഇത് ഡയബറ്റിക് ആയിട്ടുള്ളവർക്കും ഇത് കഴിക്കാം. കാരണം ഇച്ചിരി പുളി മധുരം എല്ലാം കൂടി. ഇത് ഞാൻ മിക്സ് ചെയ്യാൻ പോകും. ആദ്യം ഇത് ഞാൻ ഫ്രിഡ്ജ് വെക്കാൻ വേണ്ടിയാണ് ഇതെടുത്തേക്കുന്നത്. അല്ലെങ്കിൽ ഏത് ബോളിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇതിപ്പം ഫ്രിഡ്ജ് വെക്കേണ്ടതുകൊണ്ട് ഇത് തണുപ്പിച്ച് കഴിക്കുന്നതാണോ നല്ലത്? തണുപ്പിച്ച് ഇവിടെ തണുപ്പ് രാജ്യം ആയതുകൊണ്ട് എത്രയും നന്നായിട്ട് തണുക്കുന്ന ടേസ്റ്റ്. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചെയ്യാം. ഇതിൻ്റെ ആപ്പിൾ അല്ലാതെ വേറെ ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇടാമോ? ഗ്രേപ്സ് ഇടാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേപ്സ് ഇടാം. ഞാനും ഗ്രേപ്സ് വെച്ചിടുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഞാനൊന്ന് മിക്സ് ചെയ്ത് ഗ്രേപ്സും കൂടെ ഇടാമേ. ഇതെല്ലാം കൂടി ഞാനൊന്ന് മിക്സ് ചെയ്തു. ഈ നട്ട്സും ആപ്പിൾ കട്ട് ചെയ്തതെല്ലാം, ഗ്രേപ്സും ഞാൻ ഇച്ചിരി എടുത്തിട്ടുണ്ട്. ഇതൊരു ഭംഗിക്ക് വേണ്ടി, ഒരു കാണാനൊരു ബ്യൂട്ടിഫുള്ളിന് വേണ്ടി ഇത് ലാസ്റ്റിൽ നമുക്കിടാം. ഇനി ഞാൻ ആദ്യം ഈ സവർ ക്രീം ഒഴിക്കുക. അത് ഇച്ചിരി തിക്കായിട്ടുള്ളതായതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മിൽക്കോ എന്തെങ്കിലും വേണമെങ്കിൽ ആഡ് ചെയ്യാം. കാരണം ഒന്ന് ലൂസായിട്ടിരിക്കാൻ വേണ്ടി. മിൽക്ക് അല്ലെങ്കിൽ യോഗട്ട് അല്ലേ? കണ്ടൻസ് മിൽക്ക് നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ഒത്തിരി വേണ്ട, ഒരു 2 ടീസ്പൂണോ. ഇതിപ്പം വിപ്പിംഗ് ക്രീം. ഇതൊഴിക്കുമ്പോൾ ഓൾറെഡി ലൂസ് ആകണ്ടില്ലേ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പം നല്ല കൺസിസ്റ്റൻസി ആയി, ലൂസ് കൺസിസ്റ്റൻസി ആയി. ഇനി നമ്മൾ മധുരം എത്രയും വേണോ അതനുസരിച്ച് മതി. ഇതൊരു മധുരത്തിന് വേണ്ടി പുളിയാണല്ലോ മറ്റേ സവർ ക്രീം. അപ്പം അതിൻ്റെ ഒരു പുളി ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് എഴുതുന്നത്. ഞാനിപ്പോൾ ഒരു 3 അവരുടെ ആവശ്യമനുസരിച്ച്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഒത്തിരി ഇത് തിക്കാണ്, നിങ്ങൾ ഇച്ചിരി പാലും കൂടെ വെക്കുന്നുണ്ട്. ഇത് ചെയ്യാച്ച് ഇതും അങ്ങ് കുതിർന്ന് വീർക്കും. അതുകൊണ്ട് കുറച്ച് ഇട്ടാൽ മതി ആദ്യം. പിന്നെ ആവശ്യത്തിന് വേണമെങ്കിൽ ഇതിപ്പോൾ ഞാൻ ഒരു ഹാഫ് ബൗൾ എടുത്ത് അതിനകത്ത് മിൽക്ക് ഒഴിച്ച് വെച്ചിരിക്കുമായിരുന്നു. സോക്ക് ചെയ്തേക്കുമായിരുന്നു. എത്ര മിനിറ്റ് സോക്ക് ചെയ്യണം? ഒരു 10-15 മിനിറ്റ്സ്. ഓക്കെ. ഇനി നമ്മൾ നോക്കും ഇതിന് എന്തോ പോരായ്മയുള്ള മധുരം കൂടുതലുണ്ടോ. ഇതിന് ഇച്ചിരി കൂടെ ഒരു തിക്കാവും. ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നു ഇത് ഒത്തിരി ലൂസായിട്ടിരിക്കുന്നല്ലോ എന്ന്. പക്ഷേ ഈ ചിയ സീഡ്സ് ഇച്ചിരി കൂടെ തിക്കാകാനുള്ള സാധനം അതങ്ങ് കുതിരും. കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്, കണ്ടില്ലേ? ഇനി നമ്മൾ ഈ ഗ്രേപ്സും കൂടി നോക്കിക്കേ. സ്വീറ്റ്സ് ഇനി കണ്ടൻസ് മിൽക്ക് ഒഴിക്കണമെന്ന് മോളെ. ആവശ്യത്തിന് മധുരമുണ്ട്. ഒത്തിരി ആയാലും നമുക്ക് കുടിക്കാൻ പറ്റും. ഒരുപാട് മധുരം ഇല്ല, എന്നാൽ ഓക്കെയാണ്. ഇതിനെ ഒരു 10-15 20 മിനിറ്റ്സ് ഒക്കെ വെക്കുവാണെങ്കിൽ നന്നായിട്ട് തണുക്കുകയും ചെയ്യും ഫ്രിഡ്ജിൽ.
ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല, അതൊന്ന് നല്ലതായിട്ട് തിക്കാവുകയും ചെയ്യും. അപ്പം തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് കഴിക്കാൻ വേണ്ടി ഒരു ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇതിനകത്ത് ആപ്പിളൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് ആപ്പിൾ അല്ലാതെ കഴിക്കാത്തവർക്ക് ഇങ്ങനെ ആകുമ്പോൾ നട്ട്സൊക്കെ അല്ലാതെ കഴിക്കത്തില്ല. എൻ്റെ മോളാണെങ്കിൽ അങ്ങനെ നട്ട്സൊന്നും അങ്ങനെ കഴിക്കത്തില്ല. അപ്പോൾ ഇതിനകത്ത് ഇടുമ്പം ചെറുതായിട്ട് കട്ട് ചെയ്താണ് ഞാൻ കഴിക്കുക. ഏത് നട്ട്സ് വേണേലും ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇതൊരു സ്വീറ്റ് ഡെസേർട്ടാണ്. നിങ്ങൾ ലഞ്ചോ ഡിന്നറോ കഴിഞ്ഞ് കഴിക്കാൻ വേണ്ടി ബെസ്റ്റാണ്. You have to try this and please let me know in the comments. Until then, like, subscribe my channel. Thank you. Bye.